വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മൾ സൈക്കിളായിട്ടാണ് ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് ശിവനെ പോകുന്നത്? പവണക്കടവിൽ. അപ്പോൾ നമ്മുടെ ഇവിടെ കാർത്തികുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് 8 കിലോമീറ്റർ ദൂരം കഴിഞ്ഞ് സൈക്കിളായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോട്ട് കിടക്കാം. ഒരു തവണ പോയിട്ടുള്ളത് ഷിബിന് വഴി അറിയാം. അപ്പോൾ നമ്മൾ ഷിബിനാണ് നമ്മുടെ മുന്നിൽ പോണത്. കാർത്തിക് അതിൻ്റെ മുന്നിൽ, അതിൻ്റെ പുറകെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോടതിക്കാലൊക്കെ കഴിഞ്ഞ് കോടതിക്കാലനിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ദൂരമുണ്ട്. തൊട്ട് പുറകെ അവർ വരുന്നുണ്ടെന്നും കാണാം. അവരെന്നൊക്കെ ചില കുറച്ച് കുറേ കാർത്തിക് നമ്മളിപ്പോൾ സൈക്കിൾ, ഞാനിപ്പോൾ കാർത്തികിൻ്റെ സൈക്കിളാണ് ഇട്ട് പോണത്. കാർത്തികിൻ്റെ സൈക്കിൾ നല്ല സൈക്കിൾ കേട്ടോ. ഞങ്ങളുടെ 3-4 സൈക്കിൾ ബെല്ലുള്ള ഒരേ ഒരു സൈക്കിൾ കാർത്തികിൻ്റെയാണ്. എൻ്റെ സൈക്കിളിൻ്റെ ബെല്ല് നല്ല ജാമാണ്. അപ്പോൾ ആ ഗിയർ സൈക്കിളും എൻ്റെ തന്നെയാണ്. ഞാൻ സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം മേടിച്ചായിരുന്നു, അത് ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ് ആ സൈക്കിള്. കാർത്തിക് ഓടിക്കുന്ന സൈക്കിൾ അതാണ്. അപ്പോൾ കുറേ നാളായിട്ട് വീട്ടിൽ നിന്നിട്ടില്ല, അത് കുറച്ച് കാര്യമാണ്. അപ്പോൾ കാർത്തിക്കാണ് ഞങ്ങൾ പറഞ്ഞത് അതിനകത്ത് അവൻ്റെ അമ്മ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ വരെ പോകാമെന്ന് വെച്ച്, പിന്നെ അവിടെ വെച്ച് ഞാൻ അങ്ങോട്ടൊന്നും പോകണമെന്ന് പറഞ്ഞു. ശിവങ്ങനെ കയറി പോണ് വണ്ടി. കാർത്തിക കയറി വാ. ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് എൻ്റെ സൈക്കിള്. ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങാൻ നോക്കിയത്. രാവിലെ എല്ലാവരും പിന്നെ ഇത്ര സ്കൂളിൽ പോയിട്ട് ഉറക്കക്ഷീണമാണ്, എല്ലാവരും അവിടെ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത്. ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് തവണക്കട ഒരു 8 കിലോമീറ്റർ ഉണ്ട്. എന്തെങ്കിലും എത്തുവാടി. ഇനി ഒരു കയ്യിൽ ഓടിക്കാൻ കുറച്ച് പാടാണ്. ഒരു കയ്യിൽ ഫോണും പിടിച്ചാണ് ഞാൻ ഓടിക്കണത്. ഒരു വെച്ച് ഓടിക്കാൻ ഇച്ചിരി പാടുണ്ട്. ശിവൻ്റെ സൈക്കിളിന് പഞ്ചറായി, ടയറ് അതിൻ്റെ ട്യൂബ് മാറ്റണം. അതുകൊണ്ടാണ് ശിവൻ സൈക്കിൾ എടുക്കാത്തത്. ഇപ്പം ശിവന് ഇടിച്ച് കിടന്നേരെ ഒരു കാര്യം പറയുക. അതെ, നമ്മൾ സ്ഥലത്തിൻ്റെ പേര് മനസ്സ് പറന്നുപോയി. അപ്പോൾ നമ്മൾ വണ്ണസ് ഗാരേജിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ കുറേ തവണ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ണസ് ഗാരേജ് തൊട്ടടുത്ത് ഏട്ടൻ കയറി പോണ്. എന്നെ എല്ലാവരും ഒറ്റക്കാക്കിയിട്ട് കയറി പോകട്ടെ. നമ്മൾ വണ്ണസ് ഗാരേജിൻ്റെ തൊട്ടടുത്തെത്തി. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. നമ്മൾ നെടുമുഴക്കാട് എടുത്തു. അപ്പോൾ നമ്മളിവിടെ ത്രിലോക്ക് കിടക്കുന്നത് ഇന്നാണ് ആദ്യമായിട്ടാണ് ത്രിലോക്ക് കാണുന്നത്. ഇപ്പോഴാണ് ത്രിലോക്ക്. ത്രിലോക്കും നമ്മുടെ ത്രിലോക്കും ക്രോഫ്റ്റും കിടക്കുന്നുണ്ട്. സോറി, പേര് മാറിപ്പോയി. ഇവിടെ നിന്ന് സൈക്കിൾ മാറണം ഞങ്ങൾ. അപ്പോൾ നമ്മൾ എപ്പോഴും സൈക്കിൾ മാറുകയാണ്. ഇത് ഇവിടെ വെച്ച് സൈക്കിൾ മാറുവാണ്. ഞാൻ മാത്രം മാറുന്നില്ല സൈക്കിള്. ഞാൻ എത്ര നേരം ആ സൈക്കിളായിരുന്നു. ഓക്കെ, നമ്മൾ ചങ്ങൻ്റെ പാലത്തി. ശിവനോട് പയ്യെ പോകാൻ പറഞ്ഞിട്ട് ശിവൻ കേൾക്കുന്നില്ലല്ലേ? ആ, അളവ് നിന്നിരിക്കുക നമ്മൾ വരാൻ വേണ്ടി. എത്ര നേരം കാല് വിളിച്ചെന്നറിയാം നമ്മൾ. ഇവനോട് നിൽക്കാൻ വേണ്ടി നിൽക്കുന്നില്ലേ? വീണാ ഇല്ല, വീണില്ല. നിൽക്കാൻ ഞങ്ങൾ ഇപ്പോഴാണ് നിർത്തിയത്. പയ്യെ പോകാൻ പറഞ്ഞ്. കയറുക, പാടം കണ്ട് വരാം. ശിവന് ഗിയർ ചവിട്ടിട്ട് ക്ലിയർ ആകുന്നില്ലെന്ന് അവൻ ഫ്രണ്ടിലത്തെ ഗിയർ ഏറ്റവും താഴെ ഇട്ടിട്ട് കാല് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം നേരെ നമ്മുടെ ചെങ്ങൻ്റെ പാലം, അവിടെ നിന്ന് ഇറങ്ങിയ ചെങ്ങൻ്റെ കഴിഞ്ഞ് എന്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചില സ്ഥലത്തൊന്നും പോയിട്ടില്ല വലുതായിട്ട്. അവർ പുറകെ വരുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ.
അവൻ തുഴഞ്ഞ് വരുന്നുണ്ട്. അവനെ ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ടിലത്തേക്ക് ലോ ആക്കല്ലേ. അവൻ ലോ ആക്കി ഭയങ്കര കാല് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ പാലം കയറിക്കൊണ്ടിരിക്കും. പണ്ടാരം സൈക്കിളിട്ട് പാലം കയറിഞ്ഞാൽ പാടാം. എന്നാ കായൽ, ചെങ്ങൻ്റെ കായൽ. പറഞ്ഞാണ് വേഗം വരാം. രണ്ടുപേരും പയ്യെ വന്ന കണ്ടില്ലേ. ഇതാ എടുക്കണേ. ഞാൻ ഓടിച്ചിട്ട് വേർത്ത് ചെറുതാണ്ട ചവിട്ടില്ല, വേർത്ത്. എല്ലാത്തിലും മുന്നിൽ ശിവനുള്ള പോലെ ശിവനെ മുന്നിൽ പോകണം വഴികാട്ടിയെ. നമുക്ക് ഇച്ചിരി തിരക്ക് കൂടുതൽ. തിങ്കളാഴ്ച കൊണ്ടാണെന്ന് അറിയത്തില്ല. നല്ല തിരക്കുണ്ട്. അല്ലേടാ തിരക്കില്ലേ? തിരക്കില്ലേന്ന് ഇല്ലേ? തിരക്ക് ഇതൊക്കെ അവിടെ നിർത്താം. ഒക്കെ അപ്പോൾ നമ്മൾ അവിടെ നിർത്താമാണ്. അവിടെ നിർത്തിയിട്ട് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളിവിടെ നിർത്തുവാണ്. ഞങ്ങളിവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പോവാണ്. നമ്മളെ റീസൊക്കെ മേടിച്ച് നിൽക്കുകയാണ് വെള്ളം കുടിക്കാൻ വേണ്ടി. ഇവിടെ ഇരുട്ട് കണ്ടാറ മോന്ത കാണാൻ പറ്റുന്നില്ല, അതൊരു കാര്യമാണ്. നല്ല തണല. ഇപ്പം കാണാം. ഞാനിവിടെ ഉണ്ട്. ഞങ്ങൾ റീസൊക്കെ വെച്ചിവിടെ നിൽക്കാൻ പോവാണ്. ഈ വെള്ളം കുടിച്ച് പിന്നെ യാത്ര തുടങ്ങും. അവർക്ക് എൻ്റെ സൈക്കിളിനെ കുറിച്ച് അറിയാത്ത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് പറത്താൻ കഴിയില്ല, ഒറ്റക്കൈയിലാണ് ഞാൻ പോകുന്നത്. പറത്തി വരെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ജീവിക്കാനുള്ളതാണേ. എല്ലാണത്തിനൊന്ന് വെട്ടിച്ചാലും അങ്ങോട്ട് കത്തിക്ക് പോയേ. ശിവനെ 2 ചവിട്ട് കൊടുത്താൽ മതി. ശിവന് നല്ലോണം ചവിട്ടും. ആ ചവിട്ടല്ല, സൈക്കിൾ ചവിട്ടി. കാശാതെ പറന്നോളൂ. അതാണ് തിരുനല്ലൂരിന് വെള്ളമൊക്കെ കുടിച്ച് റേസും കാഴ്ചയൊക്കെ നിന്ന് പയ്യെ ഇറങ്ങണം. ഇച്ചിരി കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ എത്തുന്നത് ശിവൻ കയറി പോണു. കണ്ട ഒറ്റപ്പുന്ന, അടുത്ത ഒറ്റപ്പുന്നയാണ് ഞാൻ തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. പേരൊന്നും ഞാൻ പോയിട്ടില്ല. കൂടുതലും പോയിട്ട് ശിവനൊക്കെയാണ് ഇങ്ങനെ കറങ്ങാൻ മാത്രം ഇറങ്ങണം. ഒറ്റയ്ക്കൊക്കെ പോയി എന്ത് ചെയ്യാൻ. ശിവനാണ് പറഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന്. 1/2 മണിക്കൂറായി. അവൻ സൈക്കിളിൽ പോയി ചിലപ്പോൾ അവൻ നല്ല സ്പീഡിൽ പോയി കാണും. ഞങ്ങൾ പയ്യാണ് പോകണം, അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ പുന്നച്ചോടെത്തി. ചെറുക്കം കട കാണിക്കണ്ട്. ചവിട്ട് വെച്ച് കൊടുത്താൽ വഴി കിടക്കും. അന്ന് അഭ്യാസം കാണിക്കുന്നത്. ശിവനാണ് ഇങ്ങനെയല്ല, ചുമ്മാ അങ്ങോട്ട് പറന്നു പോവാണ്. നിൽക്കടാന്നാലും കേൾക്കത്തില്ല. അക്കാണ്ട് രണ്ടുപേർക്കും വഴിയും അറിയത്തില്ല. അത് കാരണം കുറച്ച് കുഴപ്പമാണ്. സ്ഥലം എത്തിയെന്തോ. കടയുടെ ബോർഡ് നോക്കിയിട്ട് പറയാം. വടക്കുക്കര ഏത് സ്ഥലം? വടക്കുകര. ആ സ്ഥലത്ത് ഞങ്ങളെത്തി. അവിടെ നിന്ന് എത്ര സ്ഥലങ്ങളുണ്ടെന്ന് ആർക്കും അറിയാം. ഞാൻ ഒരു തവണയേ പോയിട്ടുള്ളൂ. ഞാൻ ചെയ്തിട്ടൊന്നും പോയിട്ടില്ല. അവനെ അറിയത്തുള്ളൂ. ഇത് കുറേ നേരെ ഞാൻ ചവിട്ടാതുകൊണ്ട് എത്തുന്നില്ല. പോകണമെന്ന് കാര്യം സംസാരിച്ചാ കേൾക്കണില്ല. അവൻ അരക്കേർക്കിത് പിടിച്ചേ പറ്റത്തുള്ളൂ. അയ്യോ കേട്ടോ പോയാലേ. ഇനി ഹൈവേ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈവേ ഉണ്ട്, അതുകൊണ്ട് പാടാണ്. പോണ കണ്ടവൻ ആറ്റേ പോണ്. മറ്റേ കൈ വരയ്ക്കുന്നത്. ഞങ്ങൾ ഇത്ര ഓടിച്ചിട്ട് മറന്നണ്ട. ഞാൻ വെച്ച് കളിക്കണണ്ട അവനോടെ. ഇനി അങ്ങോട്ട് വളയണം തവണക്കടലിലോട്ട്. ഇതേ കണ്ട അവൻ പാഞ്ഞു പോയിട്ട് നിൽക്കടാതെ എത്ര തരം പുറയുന്നു. കാരണം അല്ലേ ഞങ്ങൾ പാവം വണ്ടിയുടെ അടിയിലൊക്കെ പോകണ്ടേ. അങ്ങോട്ടല്ലേ വളയണ്ടേ. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വളയണം വേസ്. നമ്മളങ്ങോട്ട് വളയാൻ പോവാം. ഒക്കെ ആക്കി വെച്ചിരിക്കാൻ ഇത്തിരി തിരക്കുണ്ടെന്ന് തോന്നുന്നു. തൊട്ടപ്പുറത്ത് വൈക്കമാണ്.
പിന്നെ ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടല്ലേ വൈക്കത്തേക്ക്? അവിടെ ഒരു വഞ്ചി കിടക്കുന്നൊക്കെ വഞ്ചി എടുത്ത് പോയാലോ? എവിടെ പാലം നടക്കണ്ടേ? സൈക്കിളിന്റെ അടുത്ത വർഷം പോവാം. ഇനി ഇത്രയും തളർന്നിരിക്കുന്നത് വയ്യ. കഴിക്കാണ് കർമ്മത്ത് കുടിക്കണമെങ്കിൽ ഭക്ഷണത്തെ കഴിക്കാണ്. അപ്പോൾ തിരിച്ച് നേരെ ചേർത്തലിലോട്ട് പോവാണല്ലേ കാർത്തിക്? കുടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമുണ്ട്, കാലൊന്നും വേറായിട്ട് വഴങ്ങുന്നില്ല. കറക്റ്റ് എന്ത് പയ്യപ്പോ ഇനി വഴി അറിയാം, അതിന് ഇനി കുഴപ്പമില്ല. വഴി അറിയാം, ഇനി കുഴപ്പമില്ല. അതെല്ലാം പോണ പോക്ക് കണ്ടില്ല. അതിൻ്റെ ഇവിടുത്തെ എത്രയും സ്റ്റാമിന വന്നെന്ന് അറിയത്തില്ല. പയ്യെ പോകാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്ത് ചെയ്യാൻ? ഞങ്ങൾ ബോട്ട് ചെട്ടിന്ന് ബോട്ട് പിടിച്ച് കാർത്തികിന് അപ്പുറത്തോട്ട് തള്ളിക്കളയാൻ പോയപ്പോൾ ബോട്ട് പോയി. അല്ലെങ്കിൽ ബോട്ട് ഇട്ട് അപ്പുറത്തോട്ട് വിട്ടാനാ അല്ലേ? അല്ലേ? കാണുന്നു. നീ കേക്കണ്ട, വേണ്ടവര് കേട്ടിട്ടുണ്ട്. എനിക്ക് അതുപോലെ സൈക്കിൾ മേടിച്ചു തരട്ടെ? എനിക്ക് വേണ്ട, എനിക്ക് നല്ല സൈക്കിളുണ്ട്. ഈ ഗോവിന്ദപുരം ക്ഷേത്രത്തിന് മുന്നേ ആഴം പരത്തിലിരിക്കുവാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ഇവർ രണ്ടും കൂടെ വഴിക്ക് വെച്ച് വെള്ളം കുടിച്ച് തീർത്ത് എനിക്ക് തന്നില്ല കേട്ടോ. കാരണം രണ്ടും കൂടെ ഞാൻ നേരെ ഞാൻ കത്തിച്ച് ഇവിടം വരെ എത്തിയിട്ട് ഇവിടെ വെച്ചപ്പോൾ ആരെയും കണ്ട കാർത്തിക് പയ്യെ പുറകിന് പയ്യെ നടന്ന് വരുന്നത്. വെള്ളം തന്നില്ലേ, വെള്ളം ചൂടുവെള്ളം തന്നില്ല, പച്ചവെള്ളം കുടിക്കുന്നു. ഇഷ്ടൻ അതേ നമ്മുടെ ഒരു ബസ് ഇവിടെ പോകുന്നുണ്ട്. നമ്മുടെ ഷീപ്പിനെ വെച്ച് കാല് ചൊറിയിട്ടിരിക്കും. കാല് ചൊറിയോളം മടക്കുവാണ്. മണ്ണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്, ഇവൻ മാത്രം ഇരിക്കുന്നത്. അവൻ പറയാൻ റോബോട്ടാണെന്ന്. ചിട്ടി റോബോട്ട്. ഇവിടെ കുറേ വണ്ടി പോകുന്നുണ്ട്. ഇവിടെ നല്ല ഇരിക്കാൻ എന്ത് സുഖമാണ്, നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഈ മരത്തിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ. ചെങ്ങണ്ടം പാലം കയറുന്നു, പിന്നെ ഇറങ്ങാൻ പോകുന്നു. അതോടെ ചേർത്തലെത്താറായി. നെടുമടക്കാടും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചേർത്തലെത്തി. ചവിട്ടി പോടാ, എന്ത് ശിവൻ ചവിട്ടി അങ്ങ് അറ്റത്തെത്തി. ഇവിടെ നല്ല തണലാണ് കണ്ട. അത്ര മരങ്ങൾ ഇവിടെ നിൽക്കുന്ന ആൾക്ക് അറിയത്തില്ല. കുറേ മരമുണ്ട്. നമ്മൾ ചെങ്ങണ്ടേ പാലം ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞ പോലെ കയറുന്നു ഇറങ്ങുന്നു. ഷിപ്പിനെ എവിടെ? ഞങ്ങൾ ഷിബിനെ കാണുന്നില്ല ഗൈസ്. ഷിബിനെ കണ്ട? ഷിബിനെ കാണുന്നില്ല. ഷിബിനെ കാണുന്നില്ല. വളഞ്ഞിട്ടുണ്ടോ അറിയത്തില്ല. വണ്ണസ്കേരേജിൻ്റെ അവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അവിടെ കാണുമായിരിക്കും. വണ്ണസ്കേരേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ത്രിലോക്ക്, തൊട്ടപ്പുറത്ത് കോക്ടെയിലും കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ വന്നപ്പോൾ കയറാനൊക്കെ വിചാരിച്ച് വന്നതാണ്. എന്നാൽ എന്തുവാ ആളില്ല ഇവിടെ, സ്ഥലത്ത് ആളില്ല. ആളുണ്ടായില്ലെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടെ ആളില്ല, കണ്ടിട്ട് ആളില്ല. അപ്പം എന്തായാലും നിന്ന് അതിൻ്റെ ഉള്ളിലൊന്നും കാണാൻ നടക്കില്ല. ഇനി അടുത്താണ് എപ്പോഴും ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് വരെ വണ്ടിയെ കാണത്തില്ല ഇവിടെ, അല്ലേ ശിവനെ? ഇവിടെ വണ്ടിയും കാണത്തില്ല. ആന്നേ, ഇന്ന് ദശാവതാരം കാണാനാണ് വന്നത്. ദശാവതാരം ഇല്ല ചെയ്യാത്തവിടെ തോന്നുന്നു. പോകാൻ തോന്നുന്നില്ല. നല്ല സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഇവിടെ 4 വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. 2 ഭാരത് ബെൻസിൻ്റെ വണ്ടിയാണ് കേട്ടോ കിടക്കുന്നത്. 2 എണ്ണം കിടക്കുന്നത്. പിന്നെ ക്രോപ്പ് ടൈൽ ഇതിൻ്റെ വെളിയിൽ കൂടെ കയറി പോവാം. അത് ഈ ഡോറ് തുറക്കാനുള്ള ട്രിപ്പാണ്. ഇവിടെ നിന്ന് ആ ക്ലിപ്പ് എടുക്കണമെന്ന് തോന്നുന്നു. എനിക്കറിയത്തെ എമർജൻസിയോടെ ഇങ്ങനെ തുറക്കണേന്ന്. നല്ല പൊക്കമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ചേർത്തലോട്ട് പോവാണ്. ഇവിടെ ക്യാമറ ഉണ്ട് എന്നൊക്കെയാണ് കണ്ട. ക്യാമറ ഉണ്ട് കേട്ടോ, 3 ക്യാമറയുണ്ട്. എന്നാൽ 3 ക്യാമറ ആ 3 ക്യാമറ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. കണ്ട, ഈ ക്യാമറ വണ്ടീനെ മറയ്ക്കുന്നു. ഈ ക്യാമറ നേരെ വണ്ടീനെ മറയ്ക്കും, അല്ലാതെ വേറെ ക്യാമറ ഒന്നും വെക്കല്ല. പറഞ്ഞ വഴി വണ്ണസ്കാര് കഴിഞ്ഞ് പറഞ്ഞ വഴി നമ്മൾ കിരണിൻ്റെ വീട്ടിലോട്ട് പോവാണ്. കിരണിൻ്റെ വീട് എത്താറായി. ഇപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുക്കണമെന്ന്. തൊട്ടടുത്ത് എൻ്റെ വീട് എത്താറായി. കിരൺ ഉണ്ടാവുമല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. പനിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം, അല്ല അപ്പം എന്ത് ചെയ്യാൻ. ഫ്രണ്ടിൽ കിരനും ഫ്രണ്ടിൽ കാർത്തിക്കും ശിവനും പോകുന്നുണ്ട്. തൊട്ടുപുറകെ ഞാനും ഉണ്ട്.
നമ്മൾ എത്താറാണ് വീട്ടിലോട്ട്. കാർ കിരണ കിട്ടി, വഴി വെച്ച് കിട്ടിയായിരുന്നു. വഴി വെച്ച് കിട്ടിയത് വേസ്റ്റ് പോലെ വീട്ടിൽ നിന്ന് മുക്കി കൊണ്ടുവന്നാട്ടെ കിരണേ. അപ്പോൾ നമ്മുടെ എൻ്റെയും ശിവൻ്റെയും കിരണിൻ്റെയൊക്കെ ഏരിയയിലോട്ട് പോവാണ് നമ്മൾ. തൊട്ട് പറയാൻ നമ്മുടെ കാർത്തിക്കുണ്ട്. നമ്മളെ പയ്യെ പോകണം. തൊട്ട് പറയാൻ ഒരു കാറുണ്ട്. കാറാണെങ്കിൽ മുന്നിൽ കയറി പോകുന്നുമില്ല, വഴി കൊടുത്തിട്ടാണ് കയറുന്നില്ല. അതെന്താണ് കുഴപ്പം? പനി പിടിച്ച് 2 ദിവസം സ്കൂൾ വന്നിട്ടില്ല കള്ളൻ. കിടക്കാർക്ക് ഇറങ്ങിക്കോ, ഞാൻ വയ്യായിരുന്നു. ഇറങ്ങിക്കോ. കണ്ട ഇതാണ് ഞങ്ങളുടെ ഏരിയ. ഞങ്ങളുടെ ഇവിടെ വന്ന് കുറേ ഇരിക്കുമായിരുന്നു. നല്ല കാറ്റ് കിട്ടി ഏരിയ വന്ന തണലുണ്ട്. കണ്ട മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലം എന്നാണ് നമ്മുടെ കിരണാശാൻ പറയണത്. നമുക്കറിയത്തില്ല, നമ്മൾ മീൻ പിടിക്കാനോ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ചാടാൻ വേണ്ടി കാർത്തിക് അതേ പോണ്. ഞാൻ ഫോണും കൊണ്ടാണ്. എൻ്റെ ഫോൺ ചിലപ്പോൾ കയ്യിൽ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയത്തില്ല. ഞാൻ വരണ്ടേ എന്നാ ഒന്ന് ക്യാമറ പിടിച്ചേ. ക്യാമറ പിടി. അപ്പോൾ കാശ് നമ്മുടെ പ്രദീപ് ഇപ്പോൾ ഇവിടെ നിന്ന് വീഴാൻ പോവുകയാണ്. എത്തിയിരിക്കുന്നു ഗായ്സ്. നമ്മുടെ ഏരിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. ഈ ഏരിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ലൈക്ക് അടിക്കണം ഗായ്സ്. ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യും. അണ്ടി പോയി അണ്ണനെ പോലെ കിടന്നിരിക്കുന്നത് കണ്ടോ? എന്താണ് പറ്റിയത്? ഒന്നുമില്ല. അപ്പൊ നമ്മള് കിരണിന്റെ വീട്ടിൽ കുറെ നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നല്ലേ ശിവനെ? കുറെ നേരം സംസാരിച്ച സമയം പോലെ അറിയുന്നില്ല. ഇപ്പൊ കണ്ടോ 4:45 വാച്ചിൽ സമയം. 5 മണിക്കുള്ളിൽ വീട്ടിൽ കയറണമെന്നാണ് വീട്ടിൽ പറഞ്ഞിരിക്കണത്. ഇനി 15 മിനിറ്റേ ഉള്ളു. ശിവൻ എൻ്റെ വീട്ടിൽ 10 മണിക്ക് വന്നാണ്. ഇപ്പോഴാണ് തിരിച്ച് പോണത്. എൻ്റെ പൊന്നെ സമയം പോയൊരു പോക്കേ. കുറേ നേരം അവൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിനി തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞെടുത്തുകൊണ്ടുണ്ട് നമ്മുടെ ഇതേ പണ്ടാരം പട്ടി കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.